നമ്മൾ എത്രയൊക്കെ ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് എഴുതിയാലും 40, 45, 50, 55 ഇതിന് മുകളിലോട്ട് ഇംഗ്ലീഷിന് പൊതുവെ കിട്ടാറില്ല. ബട്ട് എനിക്ക് കിട്ടുമായിരുന്നു. ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് എന്തുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടുന്നില്ല? ഐ ഹാവ് ബീൻ ചെക്കിങ് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലൈക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല മാർക്ക് കുറയുന്നത്, നമ്മൾ ചില മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് നമുക്ക് മാർക്ക് കുറയുന്നത്. സോ ടുഡേ ആ 9 വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റേക്ക് നമ്പർ 1, ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുന്നു. പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു 5-6 വട്ടമൊക്കെ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ പോകും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുകയോ അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുക, മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാമോ എന്നതാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് എവറി chapters twice or thrice, reading is good, but also check the question papers, PYQ questions and all. Mistake number 2, summary മാത്രം പഠിക്കുന്നു. Studying the complete summary is good, പക്ഷെ അതിന് മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ അറിഞ്ഞിരിക്കുക, അവരുടെ ട്രേറ്റ്സ് മനസ്സിലാക്കുക, then the theme of the story, then the important events, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ആ ചാപ്റ്റർ തരുന്ന മെസ്സേജ് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മിസ്റ്റേക്ക് നമ്പർ 3, ഡിസ്കോഴ്സസ് അറ്റ് ലാസ്റ്റ് ടൈം. ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് ഡിസ്കോഴ്സസിനാണ്. അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ബിക്കോസ് ഞാൻ 9th ആൻഡ് ഓൾസോ 10th ഫസ്റ്റ് ഒക്കെ ആയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോയിട്ടുള്ളത് ഡിസ്കോഴ്സസിനായിരുന്നു. സോ മെനി കിഡ്സ്, ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിന് ഒരു 3 ദിവസം മുന്നേ ഓർ എക്സാമിന് തലേ ദിവസം ഒക്കെയാണ് ഡിസ്കോഴ്സസ് ആക്ച്വലി വായിക്കുന്നതോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്നത്. ചില ആൾക്കാർ ഈ ഡിസ്കോഴ്സസ് ഒന്നും പഠിക്കാതെ പോകും. 9th വരെ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. ഡിസ്കോഴ്സസ് ഒന്നും പഠിക്കാതെ ജസ്റ്റ് ചാപ്റ്റർ മാത്രം വായിച്ചിട്ട് പോകും. എനിക്ക് എന്നിട്ട് നല്ലോണം മാർക്ക് കുറയും ചെയ്യുമായിരുന്നു. പിന്നീട് 10th ആയ സമയത്ത് എനിക്ക് എപ്പോഴും എബവ് 75 ആയിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 4, ഗ്രാമർ വായിക്കും പക്ഷെ നോ പ്രാക്ടീസ്. ഗ്രാമറൊക്കെ നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ പോകും, പക്ഷെ എഴുതുന്ന സമയത്ത് ഇതൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇറ്റ് ഈസ് ആക്ച്വലി കൺസിഡർഡ് ആസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. ഗ്രാമറിൽ ചുമ്മാ മറ്റേ അഡ്ജക്റ്റീവ്സും പ്രോണൗൺസും അങ്ങനെയൊന്നും പഠിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അതായത് എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വേർബ്സ്, പ്രപ്പോസിഷൻസ് ആൻഡ് കോൺവെർസേഷൻ. ഇതാണ് നമുക്ക് യൂഷ്വലി ഗ്രാമർ ഏരിയയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത് ഇതൊക്കെയാണ്, ഗ്രാമർ ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. PYQ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരുപാട് ഗൈഡുകൾ ഇങ്ങനെ വായിച്ചു വെച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല. വി ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ്. യൂസിങ് ഗൈഡ്സ് ആർ ഗുഡ്, ബട്ട് സ്റ്റിൽ നമ്മുടെ PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്നത് ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാം ഹാളിൽ ശരിക്കും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങ് മാറി കിട്ടും. കാരണം ഈ PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പം അതിലുള്ള മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കാണും. ആ ഏരിയയിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല പല ഇയേഴ്സിൽ ചോദിക്കും. സോ അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് PYQ നോക്കാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാച്ചിനാണെങ്കിൽ എടുത്ത് നോക്കാൻ ഞങ്ങൾ എഴുതിയ എക്സാമിൻ്റെ PYQ ഉണ്ട്. സോ നിങ്ങൾ ഓണം എക്സാമിനായിരുന്നാലും ഏത് എക്സാം, ക്രിസ്മസിനായിരുന്നാലും പോകുന്നതിന് മുന്നേ PYQ, അത് എല്ലാ എക്സാംസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും PYQ നോക്കിയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷോക്ക് മാറി കിട്ടും, എന്താണ് പാറ്റേൺ എന്ന് തിരിച്ചറിയാനും പറ്റും. 6th is വൊക്കാബുലറി പഠിക്കില്ല. അത് കുറേ പേർക്ക് എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് പഠിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യാം. ആക്ച്വലി ഐ ഡിസൈഡഡ് ടു ഡിസ്കസ് അബൌട്ട് ദ മിസ്റ്റേക്സ് ദാറ്റ് വി കോമൺലി ഡു. പക്ഷേ ഇത് പറയാതെ പോകാതിരിക്കാനും പറ്റില്ല. ആഫ്റ്റർ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ ഒരു 5 to 10 വേർഡ്സ് വരെ നിങ്ങൾ പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴത്തേനും പുതിയ നമ്മൾ പഠിക്കുന്ന വേർഡ്സ് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഒരു പോർഷൻ ഉണ്ട്, അവിടെ തന്നെ കുറേ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഒരു 5 to 10 വേർഡ്സ് മിനിമം നിങ്ങൾ പഠിക്കുക. എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് എക്സാം എഴുതുന്ന സമയത്ത് പഴയ വേർഡ്സിന് പകരം പുതിയത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 7th is the time management. ഡിസ്കോഴ്സസ് എഴുതാൻ തന്നെ ഏകദേശം നമുക്കൊരു 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ടൈം എടുത്ത് ഡിസ്കോഴ്സസ് എഴുതുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള മാർക്ക് കിട്ടുന്ന ഗ്രാമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്കത് കറക്റ്റ് ചിന്തിച്ച് എഴുതാനോ മനസ്സിലാക്കി എഴുതാനോ ഒന്നിനും പറ്റില്ല. നമ്മൾ കറക്കി കുത്തി എന്തെങ്കിലും എഴുതിയിട്ട് വരും. സോ ടൈം മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ഒരുപാട് ഗ്രാമേഴ്സ് തെറ്റിപ്പോകുന്നത്. ഒരുപാട് കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഗ്രാമർ എങ്ങനെയാണ് പഠിക്കുക, അത് എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്.
ഹൗ ടു റൈറ്റ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ബട്ട് ടുഡേ ഐ ആം ഡിസ്കസിങ് അബൌട്ട് ദ മിസ്റ്റേക്സ് വി കോമൺലി ഡു. അപ്പോൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാസ്റ്റത്തെ ഗ്രാമർ എഴുതാതെ ഒരുപാട് പേര് വിട്ടുപോകാറുണ്ട്. ലൈക്ക് കോൺവേഴ്സേഷൻ, എഡിറ്റിംഗ്, ആ ഒരു ഏരിയ അറിയാഞ്ഞിട്ടും വിട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് ഡിസ്കോഴ്സസ് എഴുതാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് നമുക്ക് ടൈം മാനേജ്മെന്റ് എഴുതി തന്നെ പഠിക്കണം. അണ്ടർസ്റ്റാൻഡ് വെയർ ഈസ് ദ മിസ്റ്റേക്ക്. എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ഷീറ്റ് കിട്ടും. ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെക്ക് ചെയ്യുന്നത് എണ്ണി നോക്കുക, കൗണ്ടിങ് ആണ്. പിന്നെ ഇത്ര മാർക്ക് കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കും. സീരിയസ്ലി ദ മെയിൻ മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇവിടെയാണ്. എക്സാം എഴുതി കഴിഞ്ഞ് നമ്മുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. എവിടെയാണ് മാർക്ക് കുറഞ്ഞത്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ അവർക്ക് എന്നെയും കട്ടി കൂടുതലാണല്ലോ എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരാറുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ആൻസർ ഷീറ്റിൽ നമുക്ക് ഏത് ഭാഗത്താണോ തെറ്റ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് അത് തിരുത്തി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് നമുക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. മാർക്കിങ്ങിലായിരുന്നാലും നമ്മൾ എഴുതുന്ന എക്സാമിലായിരുന്നാലും ഇംപ്രൂവ്മെന്റ് വരുന്നത് അവിടെയാണ്. നമ്മൾ കഴിഞ്ഞ എക്സാം എഴുതുന്ന സമയത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റുന്നതാണ് നമുക്ക് മാർക്ക് കുറഞ്ഞത്. ആ മിസ്റ്റേക്ക് നമ്മൾ തിരുത്തി അടുത്ത എക്സാമിന് വളരെ ഗംഭീരമായിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് മാർക്കിൽ തന്നെ വ്യത്യാസം കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞ് മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാതെ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എനിക്ക് എവിടെയാണ് ഒരു പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കി അടുത്ത എക്സാം ആകുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുക എന്നുള്ളതിനാണ് മെയിൻ കാര്യം. ഡോണ്ട് കൺസിഡർ ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, ഒരു സ്കില്ലാണ്. അതിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. എവറി സ്കിൽ നീഡ്സ് ഇറ്റ്സ് ഓൺ പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഇംപ്രൂവ്മെന്റും ഉണ്ടാവില്ല. ഇംഗ്ലീഷും അതുപോലെയാണ്. ഇംഗ്ലീഷ് ഒരു സ്കില്ലായിട്ട് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അവിടെ പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇംപ്രൂവ്മെന്റ് എന്താണ്? മാർക്കിലെ ഉയർച്ചയാണ്. നമുക്ക് മാർക്കിൽ ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നും എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതെന്നും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു സീരീസ് ആയിട്ട് ഇറക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കും വ്യക്തമാവില്ല, എനിക്ക് അതൊരു തൃപ്തിയും ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു എപ്പിസോഡായിട്ട് തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ പറഞ്ഞ 9 മിസ്റ്റേക്കുകളിൽ എത്രയൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുമെന്നുള്ളത് കോമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റഡി ചാപ്റ്റേഴ്സ് എഫക്റ്റീവ്ലി എന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ബൈ.